ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ ഒരു രീതിയാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അവരുടെ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാതെ വരികയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ആ പിന്മാറുന്ന വ്യക്തിനെ നമ്മൾ ഗിൽറ്റി പാർട്ടി എന്നും മറ്റേ പാർട്ടീനെ നമ്മൾ എന്ത് പറയും, ഇൻജുവേർഡ് പാർട്ടി അല്ലെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി എന്നും പറയും. ഒരു കോൺട്രാക്റ്റിൽ നിന്ന് രണ്ട് പാർട്ടീസുള്ള ഒരു കോൺട്രാക്റ്റിൽ നിന്ന് ഒരു വ്യക്തി പിന്മാറിക്കഴിഞ്ഞാൽ ആ പിന്മാറുന്ന വ്യക്തിനെ നമ്മൾ ഗിൽറ്റി പാർട്ടി എന്നും അതർ പാർട്ടീനെ നമ്മൾ ഇൻജുവേർഡ് പാർട്ടി അല്ലെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി എന്നും പറയും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അത് അതർ പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഈ വ്യക്തി പിന്മാറിയ വ്യക്തിക്കെതിരെ കുറച്ച് റെമഡീസ് ഉണ്ട്, ഇയാൾക്കെതിരെ കുറച്ച് റെമഡീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. ആ റെമഡീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കുക, whenever there is a breach of contract, the injured party becomes entitled to any one or more of the following remedies against the guilty party. Guilty പാർട്ടിക്കെതിരെ എന്ത് ചെയ്യാം, ഇൻജുവേർഡ് പാർട്ടിക്ക് ചില റെമഡീസ് ഉണ്ട്. ആ റെമഡീസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് റെസിഷൻ ഓഫ് ദ കോൺട്രാക്ട്, സെക്കൻഡ് വൺ സ്യൂട്ട് ഫോർ ഡാമേജസ്, തേർഡ് വൺ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, ഫോർത്ത് വൺ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ, ഫിഫ്ത്ത് വൺ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റെമഡിയാണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നോക്കുക, റെസിഷൻ ഓഫ് ദ കോൺട്രാക്ട്, റെസിഷൻ നമ്മൾ ഓൾറെഡി കേട്ട ടേമാണ്. റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. നമ്മൾ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ നോവേഷൻ, ആൾട്രേഷൻ, റെസിഷൻ, റെമിഷൻ ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ റെസിഷൻ നമ്മൾ അതിൽ പറഞ്ഞതാണ്. ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ് റെസിഷൻ എന്ന് പറഞ്ഞാൽ. when there is a breach of contract by one party, the other party may resign the contract and need not perform his part of obligations under the contract. അതായത് ഒരു പാർട്ടി ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാർട്ടി ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ മറ്റേ പാർട്ടി എന്ത് ചെയ്യണ്ട, കോൺട്രാക്റ്റ് പിന്നീട് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. ആ പാർട്ടിക്ക് എന്ത് ചെയ്യാം, ഈ കോൺട്രാക്റ്റ് റിസൈൻ ചെയ്യാം, കോൺട്രാക്റ്റ് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഹി നീഡ് നോട്ട് ഡു എനിത്തിങ് മോർ ഇഫ് ഹി ഡിസൈഡ്സ് ടു ടേക്ക് എനി ലീഗൽ ആക്ഷൻ അഗെയിൻസ്റ്റ് ദ ഗിൽറ്റി പാർട്ടി, ബട്ട് ഇൻ കേസ് ദ അഗ്രീവ്ഡ് പാർട്ടി ഇൻറ്റൻസ് ടു സ്യൂ the guilty party for damages, he has to file a suit for rescission of the contract. അതായത് ഈ ഇൻജുവേർഡ് പാർട്ടി ഇപ്പോൾ ഗിൽറ്റി പാർട്ടിക്കെതിരെ ഒരു ആക്ഷനും എടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട, കേസൊന്നും ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഗിൽറ്റി പാർട്ടിക്കെതിരെ ഡാമേജസിന് വേണ്ടിയിട്ട്, അതായത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഈ ഗിൽറ്റി പാർട്ടിക്കെതിരെ നമ്മൾ ഈ അഗ്രീവ്ഡ് പാർട്ടി കേസ് കൊടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് എന്ത് ചെയ്തിരിക്കണം, ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള കേസ് എന്ത് ചെയ്തിരിക്കണം, ഫയൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്. But in the case of aggrieved party intends to sue the guilty party for damages, he has to file a suit for rescission of the contract. അതായത് നമ്മൾ ഡാമേജസിന് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ്, നമുക്ക് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള കേസാണ് ആദ്യം ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കൊടുക്കുന്ന കേസിനെയാണ് നമ്മൾ റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് റെസിഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് പറയുന്നത്. കോൺട്രാക്റ്റ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യുക, അതിനുശേഷം മാത്രമേ നമുക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി പറ്റൂ. Okay, when the court grants rescission, the aggrieved party is relieved from all his obligations under the contract and becomes entitled to compensation for any damage suffered by him. അതായത് ഇങ്ങനെ നമ്മൾ കേസ് കൊടുത്തു, അതായത് അഗ്രീവ്ഡ് പാർട്ടി എന്ത് ചെയ്തു, ഇത് ഈ ഗിൽറ്റി പാർട്ടിക്കെതിരെ ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ കേസ് കൊടുത്തു. അപ്പോൾ കോർട്ട് അനുവദിക്കുകയാണെങ്കിൽ പിന്നീട് എന്തായി, ഈ അഗ്രീവ്ഡ് പാർട്ടി അയാളുടെ എല്ലാ ഒബ്ലിഗേഷനിൽ നിന്നും എന്ത് ചെയ്യാണ്, റിലീവ് ചെയ്യപ്പെടുവാണ്. അതായത് അയാൾക്ക് ഉണ്ടായിരുന്ന ഒബ്ലിഗേഷൻസ് ഒന്നും പിന്നീട് അയാൾ എന്ത് ചെയ്യേണ്ട, പെർഫോം ചെയ്യേണ്ട കാര്യമില്ല, കോൺട്രാക്റ്റ് എന്തായി, ക്യാൻസലായി. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, A promises to supply 100 kg of
wheat to B for ₹1,000. If A does not supply wheat on the appointed day, B need not pay the price. He may also file a suit for rescission and claim damages. A എന്ത് ചെയ്തു? 100 കിലോഗ്രാം ഗോതമ്പ് 1000 രൂപക്ക് ബിക്ക് കൊടുക്കാമെന്ന് പറയാണ്. ഓക്കെ, പക്ഷേ എ എന്ത് ചെയ്യുന്നില്ല, ആ ഡേറ്റിൽ ബിക്ക് ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ ആ കേസിൽ ബി എന്ത് ചെയ്യേണ്ട? പ്രൈസ് ആർക്ക് കൊടുക്കണ്ട? എക്ക് കൊടുക്കണ്ട. പക്ഷെ പകരം എന്ത് ചെയ്യാം? ബിക്ക് എന്ത് ചെയ്യാം? ഒരു കേസ് കൊടുക്കാം. അതായത് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനൊരു കേസ് കൊടുക്കാം. അതേപോലെ എന്ത് ചെയ്യാം? ഡാമേജസ്, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കും ചെയ്യാം. അതാണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുന്നതിന് മുമ്പേ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അഗ്രീവ്ഡ് പാർട്ടി എന്ത് ചെയ്യണം? അതായത് ഈ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള കേസാണ് ആദ്യം ഫയൽ ചെയ്യേണ്ടത്. കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തിന് നമ്മൾ ക്ലെയിം ചെയ്യാൻ പറ്റൂ? നഷ്ടപരിഹാരത്തിന് അല്ലെങ്കിൽ ഡാമേജസിന് വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ നമ്മുടെ റെമഡി എന്ന് പറയുന്നത്, റെസിഷൻ ഓഫ് ദി കോൺട്രാക്ട്. റെസിഷൻ ഓഫ് ദി കോൺട്രാക്ട് മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റെമഡി ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് കേസാണ് സ്യൂട്ട് ഫോർ ഡാമേജസ്. Damages are a monetary compensation payable by the defaulting party to the injured party for the loss or injury suffered by him as a result of breach of contract. Suit for damages അല്ലെങ്കിൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മോണിറ്ററി കോമ്പൻസേഷനെയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. നഷ്ടപരിഹാരത്തിനെയാണ് നമ്മളിവിടെ ഡാമേജസ് എന്ന് പറയുന്നത്. മോണിറ്ററി കോമ്പൻസേഷനാണ്, പൈസയാണ് നമുക്ക് ഈ ഒരു കോമ്പൻസേഷനായിട്ട് കിട്ടുന്നത്. മോണിറ്ററി കോമ്പൻസേഷനെയാണ് നമ്മൾ ഡാമേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡാമേജസ് എന്ന് പറഞ്ഞാൽ ആരാണ് കൊടുക്കേണ്ടത്? ഗിൽറ്റി പാർട്ടി അല്ലെങ്കിൽ ഡീഫോൾട്ടിംഗ് പാർട്ടി ആർക്ക് കൊടുക്കേണ്ടതാണ്? അഗ്രീവ്ഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടതാണ് ഈ മോണിറ്ററി കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് എന്ന് പറയുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ട്? അതായത് ഈ ബ്രീച്ച് കമ്മിറ്റ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡീഫോൾട്ടിംഗ് പാർട്ടി അല്ലെങ്കിൽ ഗിൽറ്റി പാർട്ടി എന്ന് പറയാം. അപ്പോൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്യുന്ന ഗിൽറ്റി പാർട്ടി അല്ലെങ്കിൽ ഡീഫോൾട്ടിംഗ് പാർട്ടി എന്ത് ചെയ്യണം? മറ്റേ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലെങ്കിൽ അതർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണ്? അഗ്രീവ്ഡ് പാർട്ടിയാണ് അല്ലേ? അഗ്രീവ്ഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മോണിറ്ററി കോമ്പൻസേഷനെയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. ഒരു ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടി കൊടുക്കുന്ന മോണിറ്ററി കോമ്പൻസേഷൻ ആണ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ. The fundamental principle underlying damages is not punishment but compensation. അതായത് ഈ ഡാമേജസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അഗ്രീവ്ഡ് പാർട്ടിയുടെ നഷ്ടം നികത്തുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല ഈ ഡാമേജസിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അണ്ടർലൈങ് ഡാമേജസ് ഈസ് നോട്ട് പണിഷ്മെൻറ്റ് ബട്ട് കോമ്പൻസേഷൻ. അതായത് അഗ്രീവ്ഡ് പാർട്ടിയുടെ നഷ്ടം നികത്തുക എന്നുള്ളത് മാത്രമാണ് ഡാമേജസിൻ്റെ ലക്ഷ്യം, അല്ലാതെ അവരെ പണിഷ് ചെയ്യുക എന്നുള്ളത് അല്ല. ഇനി നോക്കുക, by awarding damages, the court aims to put the injured party into the same financial position in which he would have been if the contract had been performed. അതായത് കോൺട്രാക്റ്റ് യഥാവിധി പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഏത് ഫിനാൻഷ്യൽ പൊസിഷനിലാണോ ഈ അഗ്രീവ്ഡ് പാർട്ടി എത്തേണ്ടത് ആ ഒരു പൊസിഷനിൽ തന്നെ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡാമേജസ് ക്ലെയിം ചെയ്യുന്നത്. അതായത് കോൺട്രാക്റ്റ് ശരിക്കും നടന്നിരുന്നെങ്കിൽ ഈ അഗ്രീവ്ഡ് പാർട്ടി ഏത് ഫിനാൻഷ്യൽ പൊസിഷനിലായിരുന്നോ എത്തേണ്ടത് അതേ ഫിനാൻഷ്യൽ പൊസിഷനിൽ അവരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആര് കൊടുക്കണം? ഗിൽറ്റി പാർട്ടി കൊടുക്കേണ്ട മോണിറ്ററി കോമ്പൻസേഷനെയാണ് നമ്മൾ ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഡാമേജസിൻ്റെ എയിം തന്നെ അഗ്രീവ്ഡ് പാർട്ടീനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അവരുടെ നഷ്ടം നികത്തുക എന്നുള്ളതാണ്, അല്ലാതെ അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ ഏത് പൊസിഷനിലാണോ ഈ കോൺട്രാക്റ്റ് നടന്നിരുന്നെങ്കിൽ അവരെത്തേണ്ടത് അതേ ഫിനാൻഷ്യൽ പൊസിഷനിൽ അവരെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഡാമേജസ് അല്ലെങ്കിൽ ഈ ഒരു കോമ്പൻസേഷൻ ആര് കൊടുക്കുന്നത്? ഗിൽറ്റി പാർട്ടി കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഡാമേജസ് എന്ന് പറഞ്ഞതാണ് മോണിറ്ററി കോമ്പൻസേഷൻ ആണ്. ഇത് ഗിൽറ്റി പാർട്ടി ഇഞ്ചേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മോണിറ്ററി കോമ്പൻസേഷൻ ആണ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പണിഷ്മെൻ്റ് അല്ല, അതായത് ഗിൽറ്റി പാർട്ടീനെ പണിഷ് ചെയ്യുക എന്നുള്ളതല്ല, പകരം ഈ അഗ്രീവ്ഡ് പാർട്ടിക്കൊരു
ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ ഒരു കോമ്പൻസേഷൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ ഒരു കോൺട്രാക്റ്റ് നടന്നിരുന്നെങ്കിൽ എത്തേണ്ട അതേ ഫിനാൻഷ്യൽ പൊസിഷനിൽ ആരെ എത്തിക്കുക, ഈ അഗ്രീവ്ഡ് പാർട്ടിനെ എത്തിക്കുക എന്നുള്ളതാണ് ഈ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡാമേജസ് എന്ന് പറയുമ്പോൾ 5 തരത്തിലാണുള്ളത്. ഒന്ന് ഓർഡിനറി or general or compensatory damages, special damages, exemplary or vindictive or punitive damages, nominal damages, liquidated damages or penalty. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. Ordinary damages. Such damages which arise naturally in the usual course of things from the breach itself are called ordinary damages. In other words, ordinary damages are restricted to the direct consequences of the breach of contract. These damages constitute the actual loss suffered by the aggrieved party. അതായത് ഈ ഓർഡിനറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ആക്ച്വലായിട്ട് നഷ്ടം സംഭവിച്ചത് അത് നികത്തുന്നതിനെയാണ് ജനറൽ ഡാമേജസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മളിതിനെ ഓർഡിനറി അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ഡാമേജസ് എന്ന് കൂടി പറയും. ശരിക്കും ഈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് മൂലം ഡയറക്റ്റായിട്ട് എത്ര നഷ്ടം വന്നിട്ടുണ്ടോ അത് മാത്രം നികത്തുന്നതിനെയാണ് ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത്. എത്രയാണോ ആക്ച്വൽ ലോസ് ഉണ്ടായത് അല്ലെങ്കിൽ ആക്ച്വൽ നഷ്ടമുണ്ടായത് അത് മാത്രം നികത്തുന്നതിന് നമ്മൾ ജനറൽ അല്ലെങ്കിൽ കോമ്പൻസേറ്ററി ഡാമേജസ് എന്ന് പറയും. ഡയറക്റ്റ് കോസുമായിട്ട് ബന്ധപ്പെട്ടതിന് മാത്രമാണ് ഇവിടെ കോമ്പൻസേഷൻ കിട്ടുന്നത്. എന്താണ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിനൊന്നും എന്താണ് ഈ ഒരു നഷ്ടം നമുക്ക് നികത്തി കിട്ടില്ല. എത്രയാണോ ആക്ച്വലി നഷ്ടമുള്ളത് അത് മാത്രം കിട്ടുന്നതിനെയാണ് ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, എക്സാമ്പിൾ നോക്കുക. എ അഗ്രീസ് ടു സെൽ 10 bags of wheat to B at ₹100 per bag. On the date of delivery the price rises to ₹150 per bag and A refused to deliver wheat. Here B suffered a loss of ₹500, അതായത് 50 into 10 bags, and he can claim ₹500 as ordinary damages from A. അതായത് ഇവിടെ എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് 10 ബാഗ് എന്താണ് ഗോതമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് ഒരു ബാഗിന് 100 രൂപ വെച്ചിട്ടാണ്, ഒരു ബാഗിന് 100 രൂപ വെച്ചിട്ട് 10 ബാഗ് വീറ്റ് എ ബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഓൺ ദ ഡേറ്റ് ഓഫ് ഡെലിവറി, അതായത് ഡെലിവറി നടത്തേണ്ട ഡേറ്റിൽ 100 എന്നുള്ളത് 150 രൂപയായിട്ട് എന്ത് ചെയ്തു, വീറ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ഒരു ബാഗിന് 150 രൂപയായി. അപ്പോൾ എന്ത് ചെയ്തു, എ ബിക്ക് ഇത് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓക്കെ, എ ബിക്ക് ഇത് കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ എന്താ, എ ബ്രീച്ച് കമ്മിറ്റ് ചെയ്തു അല്ലേ, ആ കോൺട്രാക്റ്റിൽ നിന്ന് എ പിന്മാറുകയാണ്. അപ്പോൾ എ ബ്രീച്ച് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ബിക്ക് ശരിക്കും ഉള്ള നഷ്ടം എത്രയാണ്, അതായത് 10 into 100 ആയിരുന്നു, 1000 ആയിരുന്നു ശരിക്കും എന്താണ് അവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് 150 ആയി. അപ്പോൾ ഇപ്പം ഇനി മാർക്കറ്റിൽ നിന്ന് ബിക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും, 10 ബാഗിന് 150 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ന് പറയുമ്പോൾ എത്ര, 1500 ആയി എമൗണ്ട് എന്ന് പറയുന്നത്. ശരിക്കും 1000 ആണ് കൊടുത്ത് വാങ്ങേണ്ടത്. കോൺട്രാക്റ്റ് പ്രകാരം 1000-ന് കിട്ടുമായിരുന്ന ഗോതമ്പ് ഇപ്പം നമ്മൾ മാർക്കറ്റിൽ എത്ര കൊടുത്ത് വാങ്ങണം, 1500 കൊടുത്ത് വാങ്ങണം. അപ്പോൾ ശരിക്കും ഇവിടെയുള്ള നഷ്ടം എത്രയാണ്, ആ 500 രൂപയാണ് ഇവിടെ ശരിക്കുള്ള നഷ്ടം അല്ലേ. എന്ത് പറഞ്ഞാലും നമ്മൾ 1000 രൂപ എക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ആയിരുന്നു 1000 രൂപ. പിന്നെ അധികമായിട്ട് നമുക്ക് വന്നത് എത്രയാണ്, 500 രൂപയാണ് നമ്മുടെ ശരിക്കുമുള്ള നഷ്ടം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്, 100 രൂപയ്ക്ക് ഉണ്ടായിരുന്ന ഗോതമ്പ് 150 രൂപയായി. അപ്പോൾ ആ 50 into 10 bags 500 രൂപയാണ് അധികമായിട്ട് വന്നത്. നമ്മുടെ ആക്ച്വൽ നഷ്ടം എന്ന് പറയുന്നത് ഈ 500 രൂപയാണ്. അപ്പോൾ 500 രൂപയാണ് ഓർഡിനറി ഡാമേജസ് അല്ലെങ്കിൽ ജനറൽ ഡാമേജസ് എന്ന് പറയുന്നത്. These damages constitute the actual loss suffered by the aggrieved party. Aggrieved partyക്ക് ഉണ്ടായിരുന്ന ആക്ച്വൽ ലോസ് ആണ് ഓർഡിനറി ഡാമേജസ് എന്ന് പറയുന്നത്. ഇനി സ്പെഷ്യൽ ഡാമേജസ്. Special damages are those which arise on account of the special or unusual circumstances affecting the aggrieved party. In other words, they are such remote losses which are not direct or natural consequences of the breach of contract. It can be claimed only if the special circumstances which would result in a special loss are brought to the notice of the other party.
Example, the loss of profit arising out of the delivery of machinery later than the date agreed upon would fall under special damages. Special damages എന്ന് പറഞ്ഞാൽ അതായത് ഇൻഡയറക്റ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കിട്ടുന്നതിനെയാണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയാം. ഇത് ചില സ്പെഷ്യൽ അല്ലെങ്കിൽ അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസസിൽ മാത്രം യൂസ് ചെയ്യുന്ന ഡാമേജസ് ആണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു എക്സ്ട്രാ കോമ്പൻസേഷൻ ആണ് ശരിക്കും സ്പെഷ്യൽ ഡാമേജസ്. സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ കിട്ടുന്നതാണ് സ്പെഷ്യൽ ഡാമേജസ്. അതേപോലെ ഈ ഒരു സ്പെഷ്യൽ ഡാമേജസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എന്ത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. ഓക്കെ, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ടുപേരും പറഞ്ഞിരിക്കണം. ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇത്ര രൂപ കോമ്പൻസേഷൻ തരേണ്ടി വരും. അപ്പോൾ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഡാമേജസ് ആണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദേ ആർ സച്ച് റിമോട്ട് ലോസസ് വിച്ച് ആർ നോട്ട് ദ ഡയറക്റ്റ് ഓർ നാച്ചുറൽ കോൺസിക്വൻസസ് ഓഫ് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ശരിക്കും ഉള്ള നഷ്ടമല്ല, ശരിക്കും ബ്രീച്ച് കമ്മിറ്റ് ചെയ്തത് കൊണ്ട് വന്നിട്ടുണ്ടായ നഷ്ടമല്ല, ഇതല്ലാതെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഡാമേജസ് ആണ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഇഫ് ദ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വിച്ച് വുഡ് റിസൾട്ട് ഇൻ എ സ്പെഷ്യൽ ലോസ് ആർ ബ്രോട്ട് ടു ദ നോട്ടീസ് ഓഫ് ദ അതർ പാർട്ടി. ഒരു സ്പെഷ്യൽ ലോസ് ഉണ്ടാവുന്ന ചില സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമാണ് സ്പെഷ്യൽ ഡാമേജസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി മൂന്നാമത്തെയാണ് എക്സംപ്ലറി ഡാമേജസ്. എക്സംപ്ലറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നഷ്ടം എത്രയാണെന്ന് കണക്കാക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനെയോ മുറിവേറ്റിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എക്സംപ്ലറി ഓർ പ്യൂണിറ്റീവ് ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ് എന്ന് പറയുന്നത്. These are damages which are awarded with a view to punishing the guilty party for the breach and not by way of compensation for the loss suffered by the aggrieved party. ഇതൊരിക്കലും ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലല്ല കൊടുക്കുന്നത്. എക്സംപ്ലറി ഡാമേജസ് എന്ന് പറഞ്ഞാൽ ഗിൽറ്റി പാർട്ടീനെ പണിഷ് ചെയ്യാനുള്ള എയിമോട് കൂടി തന്നെ ചെയ്യുന്നതാണ് എക്സംപ്ലറി ഡാമേജസ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് നഷ്ടം കണക്കാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് എക്സംപ്ലറി ഡാമേജസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ ഗിൽറ്റി പാർട്ടീനെ, അതായത് ആരാണോ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത പാർട്ടി അയാളെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. അല്ലാതെ നഷ്ടപരിഹാരം എന്നുള്ളതല്ല ഒരിക്കലും എക്സംപ്ലറി ഡാമേജസിൻ്റെ എയിം എന്ന് പറയുന്നത്. എക്സംപ്ലറി ഡാമേജസ് will be awarded only in the following two cases. എക്സംപ്ലറി ഡാമേജസ് അവാർഡ് ചെയ്യുന്നത് രണ്ട് കേസിൽ മാത്രമാണ്. ഒന്നാമത്തെ കേസ്, in the case of breach of promise to marry, the court will order exemplary damages and the amount will depend upon the extent of injury to the party's feelings. അതായത് നമ്മൾ ഇവിടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്യുകയും അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഈ അഗ്രീവ്ഡ് പാർട്ടിക്ക് എക്സംപ്ലറി ഡാമേജസിനുള്ള എക്സംപ്ലറി ഡാമേജസിനാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. ആ എമൗണ്ട് എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഫീലിങ്സിനനുസരിച്ചായിരിക്കും ഈ ഗിൽറ്റി പാർട്ടി അവർക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് എമൗണ്ട് അത്രത്തോളം സഫിഷ്യൻ്റ് അല്ലാത്ത കേസിലാണ് ശരിക്കും എക്സംപ്ലറി ഡാമേജസ് ക്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും നഷ്ടം എത്രയാണ്, ഇപ്പോൾ നമുക്കറിയാം ഒരാളുടെ ഫീലിങ്സിന് നമുക്ക് എത്രയാണ് അവരുടെ നഷ്ടമെന്ന് നമുക്കൊരിക്കലും അളക്കാനോ മെഷർ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് എക്സംപ്ലറി ഡാമേജസ് കൊടുക്കുന്നത്. ഇത് ഇവിടെ ഒരു ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മിറ്റ് ചെയ്ത ആളെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് വിവാഹ വാഗ്ദാനം കൊടുത്ത് അതിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ അവിടെ എക്സംപ്ലറി ഡാമേജസ് ആണ് കോർട്ട് ഓർഡർ ഇടുക. സെക്കൻഡ് കേസ്, ഇൻ ദ കേസ് ഓഫ് ഡിസോണർ ഓഫ് എ ചെക്ക് ബൈ എ ബാങ്ക് ആൻഡ് ദർ ആർ സഫിഷ്യൻറ്റ് ഫണ്ട്സ് ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ കസ്റ്റമർ. അതായത് കസ്റ്റമറുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടായിട്ടും ചെക്ക് മടങ്ങി പോകുന്നത് അല്ലെങ്കിൽ ചെക്ക് ഡിസോണറായി പോകുന്ന കേസിലും എക്സംപ്ലറി ഡാമേജസിനാണ് കോർട്ട് ഉത്തരവിടുക. അപ്പോൾ ഈ രണ്ട് കേസിലാണ് എക്സംപ്ലറി ഡാമേജസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോമിനൽ ഡാമേജസ് ആണ്. Nominal damages are awarded in the case where the injured party is able to prove a breach of contract, but he has not suffered any real and substantial loss. These are awarded simply to recognize the right of the aggrieved party to claim damages for the breach of contract, even though the party does not suffer any loss. അതായത് നോമിനൽ ഡാമേജസ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ബ്രീച്ച് കമ്മിറ്റ് ചെയ്തു, പക്ഷേ
നിയമപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമ്പൻസേഷനിൽ നിന്ന് ഒരു ഡാമേജസ് ക്ലെയിം ചെയ്യാം. പക്ഷേ പാർട്ടിക്ക് അത്രത്തോളം എന്തുണ്ടായിട്ടില്ല, നഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് എന്താണ്, ഒരു പേരിന് മാത്രം നമുക്ക് എന്താണ് ഇങ്ങനൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് കിട്ടുമല്ലോ എന്ന് കരുതി നമ്മൾ എന്താണ് കൊടുക്കുന്ന ക്ലെയിം ചെയ്യുന്ന ഡാമേജസ് ആണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. നോമിനൽ ഡാമേജസ് ആർ awarded in cases where the injured party is able to prove a breach of contract but he has not suffered any real and substantial loss. ഒരു എന്താണ് ശരിക്കും ഒരു നഷ്ടവും അവിടെ ആർക്ക് സംഭവിച്ചിട്ടില്ല, ഈ അഗ്രീവ്ഡ് പാർട്ടിക്ക് സംഭവിച്ചിട്ടില്ല. These are awarded simply to recognize the right of the aggrieved party to claim damages for the breach of contract. അതായത് ഈ അഗ്രീവ്ഡ് പാർട്ടിക്ക് ഒരു റൈറ്റ് ഉണ്ട്, ഒരു അവകാശമുണ്ട്, എന്താണ് ഡാമേജസ് ക്ലെയിം ചെയ്യാനുള്ളത്. ആ ഒരു അവകാശത്തിൻ്റെ അവകാശത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഒരു ഡാമേജസ് ക്ലെയിം ചെയ്യുന്നു, ഒരു എമൗണ്ട് ക്ലെയിം ചെയ്യുന്നു. അല്ലാതെ ഇത് ശരിക്കും ഉണ്ടായ നഷ്ടമൊന്നും അല്ല. ശരിക്കും അഗ്രീവ്ഡ് പാർട്ടിക്ക് ഒരു നഷ്ടവും അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷേ അവർക്കൊരു റൈറ്റ് ഉണ്ട്, എന്താണ് ഈ ഡാമേജസ് ക്ലെയിം ചെയ്യുക എന്നുള്ളത് അവരുടെ റൈറ്റാണ്, അവരുടെ അവകാശമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഡാമേജസ് ആണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർക്ക് എന്തുണ്ടാവുന്നില്ല, ലോസ് ഉണ്ടാവുന്നില്ല. ദെൻ ലാസ്റ്റ് വണ്ണാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി എന്ന് പറയുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി നോക്കുക. സംടൈംസ് ദ പാർട്ടീസ് മേ അഗ്രി അപ്പോൺ ദ ക്വാണ്ടം ഓഫ് ഡാമേജസ് പേയബിൾ ഇൻ ദ ഇവന്റ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇറ്റ് മേ ബി എയ്തർ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി. അതായത് ചില കേസിൽ പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്തെ ഒരു എമൗണ്ട് തീരുമാനിക്കും. അതായത് ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ നമുക്ക് എന്താണ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്തെ അഡ്വാൻസ് ആയിട്ട് അവർ തീരുമാനിക്കും. ഇത്രയാണ് ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഫിക്സ് ചെയ്യും. ഈ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിക്വിഡേറ്റഡ് ഡാമേജസ് ഓർ പെനാൽറ്റി എന്ന് പറയുന്നത്. ലിക്വിഡേറ്റഡ് ഡാമേജസും പെനാൽറ്റിയും രണ്ടാണ്. ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ലിക്വിഡേറ്റഡ് ഡാമേജസ് മീൻസ് എ സം ഫിക്സഡ് ഇൻ അഡ്വാൻസ് വിച്ച് ഈസ് എ ഫെയർ ആൻഡ് ജെന്യൂൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദ പ്രോബബിൾ ലോസ് ദാറ്റ് ഈസ് ലൈക്ലി ടു റിസൾട്ട് ഫ്രം ദ ബ്രീച്ച്. അതായത് ആക്ച്വലി ശരിക്കും എത്രയാണ് ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നഷ്ടം, എന്താണ് ശരിക്കും എത്രയാണ് ഉണ്ടാകുന്ന നഷ്ടം, അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്നത്. പെനാൽറ്റി മീൻസ് എ സം ഫിക്സഡ് ഇൻ അഡ്വാൻസ് വിച്ച് ഈസ് എക്സ്ട്രാവേഗന്റ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ പ്രോബബിൾ ലോസ് ദാറ്റ് ഈസ് ലൈക്ലി ടു റിസൾട്ട് ഫ്രം ദ ബ്രിഡ്ജ്. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടാവുന്ന നഷ്ടം അല്ല, അതിൽ കൂടുതൽ വളരെ വലിയൊരു തുക, വലിയൊരു എമൗണ്ട് എന്താണ് ഈ ഒരു ഡാമേജസ് ആയിട്ട് വെക്കുന്നതിനെയാണ് പെനാൽറ്റി എന്ന് പറയുന്നത്. വിച്ച് ഈസ് എക്സ്ട്രാവേഗന്റ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ടു ദ പ്രോബബിൾ ലോസ്. ലോസിനേക്കാൾ വലിയൊരു തുകയാണ് ഈ അഡ്വാൻസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പെനാൽറ്റി എന്ന് പറയും. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ശരിക്കും ഉണ്ടാവാൻ പോകുന്ന നഷ്ടം അത് മാത്രം നേരത്തെ ഫിക്സ് ചെയ്യണം. ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് തരണമെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡേറ്റഡ് ഡാമേജസും. ശരിക്കുമുള്ള നഷ്ടത്തിനേക്കാൾ വലിയൊരു തുക നമ്മൾ കോമ്പൻസേഷനായിട്ട് നേരത്തെ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പെനാൽറ്റി എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലിക്വിഡേറ്റഡ് ഡാമേജസും പെനാൽറ്റിയും നേരത്തെ ഫിക്സ് ചെയ്യണം. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്തെ രണ്ട് പാർട്ടീസും കൂടി ഫിക്സ് ചെയ്യുന്ന എമൗണ്ടാണ്. ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ തരേണ്ടി വരും എന്ന് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ് അല്ലെങ്കിൽ പെനാൽറ്റി എന്ന് പറയുന്നത്. അതിൽ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന നഷ്ടം, അല്ലെങ്കിൽ ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടം, അത് യഥാർത്ഥത്തിൽ എത്രയാണോ നഷ്ടം ആ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതിനെ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നും, പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ടാകുന്ന നഷ്ടത്തിനേക്കാൾ വളരെ വലിയൊരു തുക ഫിക്സ് ചെയ്യുന്നതിനെ പെനാൽറ്റി എന്നും പറയും. അപ്പോൾ ഇത്രയുമാണ് സ്യൂട്ട് ഫോർ ഡാമേജസിൽ വരുന്നത്. അതായത് ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അഗ്രീവ്ഡ് പാർട്ടിക്ക് കോമ്പൻസേഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ, അല്ലെങ്കിൽ ഡാമേജസിന് വേണ്ടി ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അതിനെയാണ് സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് നോക്കാം. സ്പെസിഫിക് പെർഫോമൻസ് ഈസ് ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഡയറക്റ്റിംഗ് ദ ഡിഫോൾട്ടിംഗ് പാർട്ടി ടു ഡു വാട്ട് ഹി ഹാസ് പ്രോമിസ്ഡ് അണ്ടർ ദ കോൺട്രാക്ട്. Such an order will be passed by the court upon a suit filed for a specific performance by the aggrieved party. Suit for specific performance എന്ന് പറഞ്ഞാൽ അതായത് ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത ആ പാർട്ടിയോട് കോർട്ട് ഓർഡർ ഇടുകയാണ് അല്ലെങ്കിൽ ഉത്തരവിടുന്നതാണ്
എന്താണോ ശരിക്കും ആ കോൺട്രാക്റ്റ് പ്രകാരം പെർഫോം ചെയ്യേണ്ട കാര്യം അത് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നതിനെയാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. അതായത് ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത പാർട്ടിയോട് കോടതി ഉത്തരവിടുന്നതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. അതിൽ കോടതി പറയുന്നത് എന്താണോ കോൺട്രാക്റ്റിൽ ശരിക്കും പെർഫോം ചെയ്യേണ്ട കാര്യം അത് പെർഫോം ചെയ്യാൻ വേണ്ടി കോൺട്രാക്റ്റ് ഉത്തരവിടുന്നതിനെയാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. Specific performance will be granted in the cases where damages will not be an adequate remedy or actual damages cannot be assessed accurately. It will be usually granted in contracts connected with the purchase of land or buildings. ഈ specific performance എന്ന് പറയുന്നത് ഡാമേജസ് ഒരു adequate remedy അല്ല. ശരിക്കും ഡാമേജസ് കിട്ടുന്നത് ശരിക്കും ഉള്ളൊരു റെമഡി അല്ല. സഫീഷ്യൻ്റ് ആവാത്ത കേസിൽ ഡാമേജസ് കിട്ടിയതുകൊണ്ട് മാത്രം പോരാ എന്നുള്ള കേസിലാണ് സ്പെസിഫിക് പെർഫോമൻസിന് കോടതി ഉത്തരവിടുക. ഇത് കൂടുതലും ലാൻഡ്, ബിൽഡിങ് തുടങ്ങിയതിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് കോടതി എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസിന് ഉത്തരവിടില്ല. അപ്പോൾ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ എന്താണോ ശരിക്കും പെർഫോം ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗിൽറ്റി പാർട്ടിയോട് കോടതി ഉത്തരവിടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ അഗ്രീസ് ടു സെൽ ഹിസ് ലാൻഡ് ടു ബി. എ എന്ത് ചെയ്തു, എയുടെ ലാൻഡ് ബിക്ക് വിൽക്കാമെന്ന് പറയുന്നു. ഇഫ് എ സബ്സീക്വൻ്റ്ലി റെഫ്യൂസസ് ടു സെൽ ദ ലാൻഡ്, B can file a suit for specific performance and the court can compel A to sell the land to B. A ബിയോട് തൻ്റെ ലാൻഡ് തരാമെന്ന് പറയുന്നു. പക്ഷെ പിന്നീട് എ എന്ത് ചെയ്തു, ലാൻഡ് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കേസിൽ ബി കോടതിയിലൊരു കേസ് ഫയൽ ചെയ്യാണ്. അപ്പോൾ കോടതി സ്പെസിഫിക് പെർഫോമൻസിന് ഉത്തരവിടുകയാണ്. എന്ത് ചെയ്യും, എയോട് നിർബന്ധമായിട്ടും ആ ലാൻഡ് ആർക്ക് കൊടുക്കാൻ പറയും, ബിക്ക് കൊടുക്കാൻ പറയും. സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം അത് ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നതിനെയാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇനി സ്പെസിഫിക് പെർഫോമൻസ് വിൽ നോട്ട് ബി ഗ്രാൻറ്റഡ് ഇൻ ദ ഫോളോയിങ് കേസസ്: where monetary compensation is an adequate relief, where the court cannot supervise the actual execution of the contract, where the contract is of personal nature, for example a contract to marry or to paint a picture etc. അതായത് താഴെ പറയുന്ന കേസിൽ ഒരിക്കലും കോർട്ട് എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ ഉത്തരവിടില്ല. അതിലൊന്നാമത്തത് മോണിറ്ററി കോമ്പൻസേഷൻ ആഡിക്വേറ്റ് റിലീഫാണ്, അല്ലെങ്കിൽ മോണിറ്ററി കോമ്പൻസേഷൻ കൊണ്ട് അവരുടെ നഷ്ടം നികത്തി കിട്ടും. മോണിറ്ററി കോമ്പൻസേഷൻ മതി, പൈസ കിട്ടിയാൽ മതി എന്നുള്ള കേസിൽ എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസിന് കോടതി ഉത്തരവിടില്ല. സെക്കൻഡ് കേസ്, കോർട്ടിനൊരിക്കലും ഇത് ശരിക്കും ഇതിൻ്റെ എക്സിക്യൂഷൻ കോൺട്രാക്റ്റ് നടപ്പിലാക്കുന്നത് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റാത്ത കേസിൽ കോടതി എന്ത് ചെയ്യില്ല, സ്പെസിഫിക് പെർഫോമൻസിന് ഓർഡർ ഇടില്ല. മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞ പോലെ പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ്, ഒരാളെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്, ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ പാട്ട് പാടുക തുടങ്ങിയ കേസിൽ സ്പെസിഫിക് പെർഫോമൻസിന് കോടതി ഉത്തരവിടില്ല. അത് സ്വന്തം സ്കില്ലോടുകൂടിയും സ്വന്തം ഇൻട്രസ്റ്റോടുകൂടിയും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും സ്പെസിഫിക് പെർഫോമൻസിന് പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റിൻ്റെ കേസിൽ കോടതി ഉത്തരവിടില്ല. നെക്സ്റ്റ് ആണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് നമ്മൾ പറഞ്ഞാൽ ഒരാളൊരു കാര്യം ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നതാണ് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും കോടതി തടയുന്ന കോടതിയുടെ ഉത്തരവിനെയാണ് നമ്മൾ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയാം. ഇൻജങ്ഷൻ ഈസ് ആൻ ഓർഡർ ഓഫ് ദ കോർട്ട് റെസ്ട്രെയിനിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പെർട്ടിക്കുലർ ആക്ട്. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സെക്യൂറിംഗ് ദ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദ നെഗറ്റീവ് ടേംസ് ഓഫ് ദ കോൺട്രാക്ട്. അതായത് ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും കോടതി വിലക്കുന്ന അല്ലെങ്കിൽ തടയുന്ന കോടതിയുടെ ഉത്തരവാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഒരാളെ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്നതാണ് ശരിക്കും സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻജങ്ഷൻ ആർ യൂഷ്വലി ഗ്രാൻറ്റഡ് ടു എൻഫോഴ്സ് നെഗറ്റീവ് സ്റ്റിപ്പുലേഷൻ ഇൻ ദ കേസ് വെർ ഡാമേജസ് ആർ നോട്ട് ആഡിക്വേറ്റ് റിലീഫ്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി അപ്രോപ്രിയേറ്റ് ഇൻ കേസസ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇത് ഈ ഒരു സ്യൂട്ട് ഫോർ ഇൻജങ്ഷന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് നമ്മൾ മോണിറ്ററി കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഡാമേജസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആശ്വാസമല്ല. അപ്പോൾ അങ്ങനത്തെ കേസിലാണ് നമ്മൾ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ നമ്മൾ ഓർഡർ ഇടുക. ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, എ അഗ്രീഡ് ടു സിംഗ് at B's theatre for a period of 3 months and he will not sing in any other place during the period.
Subsequently, A entered into a contract to sing at C's theatre and refused to sing for B. Here, court will not order for specific performance because it is a contract of personal nature. But upon a suit filed by B, the court will order for injunction, thus preventing A to sing at C's theatre. അതായത് A ബിയോട് ബി എഗ്രി ചെയ്യാണ് ബിയുടെ തിയേറ്ററിൽ 3 മാസം പാട്ട് പാടാമെന്ന് പറഞ്ഞ് എന്താണ് എ ബിയോട് ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എത്തുകയാണ്. അതേസമയം എന്ത് ചെയ്യില്ല, എ മറ്റൊരു സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യില്ല, പാട്ട് പാടില്ല എന്ന് എന്ത് ചെയ്യണം, അവിടെ ഒരു കോൺട്രാക്റ്റിൽ എത്തുകയാണ്. എ ബിയുമായിട്ടാണ് കോൺട്രാക്റ്റ് എത്തുന്നത്. ബിയുടെ തിയേറ്ററിൽ പോയിട്ട് പാട്ട് പാടാം, 3 മാസത്തേക്ക് പാട്ട് പാടാം. ആ 3 മാസം മറ്റൊരു സ്ഥലത്തും പോയിട്ട് എന്ത് ചെയ്യില്ല, പാട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ എത്തുകയാണ്. അതിനുശേഷം എ എന്ത് ചെയ്യുന്നു വെച്ചാൽ സിയുമായിട്ടൊരു കോൺട്രാക്റ്റിലെത്തി, സിയുടെ തിയേറ്ററിൽ പോയി പാടാമെന്ന് ഒരു കോൺട്രാക്റ്റിലെത്തി. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, കോർട്ടിന് ഒരിക്കലും സ്പെസിഫിക് പെർഫോമൻസിന് ഓർഡർ ഇടാൻ പറ്റില്ല. അതായത് ബിയുടെ തിയേറ്ററിൽ പോയി പാടാൻ പറയാൻ, എയോട് ബിയുടെ തിയേറ്ററിൽ പോയി പാടണം എന്ന് പറയാൻ ഒരിക്കലും കോടതിക്ക് പറ്റില്ല. കാരണം അത് ഒരു സ്പെസിഫിക് പേഴ്സണൽ നേച്ചർ കോൺട്രാക്റ്റ് ആണ്. എന്താണ്, നമ്മുടെ പേഴ്സണൽ സ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ നേച്ചർ അല്ലെങ്കിൽ പേഴ്സണൽ സ്കില്ല്, പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ വേണ്ട ഒരു കാര്യമാണ് പാട്ട് പാടുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും കോടതിക്ക് ഇവിടെ പാട്ട് പാടാൻ, അതായത് ബിയുടെ തിയേറ്ററിൽ പോയിട്ട് പാട്ട് പാടണം എന്ന് ആർക്ക് പറയാൻ പറ്റില്ല, കോടതിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സിയുടെ തിയേറ്ററിൽ പോയി പാട്ട് പാടുന്ന എന്ത് ചെയ്യാം, റെസ്ട്രെയിൻ ചെയ്യാം. അതിനെ വിലക്കാൻ ആർക്ക് പറ്റും, കോടതിക്ക് പറ്റും. സിയുടെ തിയേറ്ററിൽ പോയിട്ട് പാട്ട് പാടുന്നത് വിലക്കാൻ ആർക്ക് പറ്റും, കോടതിക്ക് പറ്റും. അപ്പോൾ സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും കോടതി റെസ്ട്രെയിൻ ചെയ്യുന്നതിനെയാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുക. അതായത് ഒരാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രീച്ച് കമ്മിറ്റ് ചെയ്ത വ്യക്തിനെ പിന്നീട് അയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക, റെസ്ട്രെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അയാൾ എന്താണ് അതിൽ നിന്ന് എന്താണ് വിലക്കുന്ന കോടതിയുടെ ഉത്തരവിനെയാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ലാസ്റ്റ് റെമഡിയാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, അതായത് ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് മച്ച് ആസ് ഏൺഡ് എന്നുള്ളതാണ്. അതായത് എത്രയാണോ ഈ ഒരു ബ്രീച്ച് കമ്മിറ്റ് ചെയ്യുന്നത് വരെ അഗ്രീവ്ഡ് പാർട്ടി ചെയ്തിട്ടുള്ള പെർഫോമൻസ്, അതായത് അത്ര വരെയുള്ള കോമ്പൻസേഷൻ ആർക്ക് വാങ്ങാം, അഗ്രീവ്ഡ് പാർട്ടിക്ക് വാങ്ങാം. അതായത് നഷ്ടപരിഹാരം കൂടാതെ തന്നെ എന്താണ്, ഈ അഗ്രീവ്ഡ് പാർട്ടി ചിലപ്പോൾ പകുതി പെർഫോം ചെയ്തിട്ടുണ്ടാവും. ആ പെർഫോം ചെയ്തത് വരെയുള്ള എന്താണ് അതിൻ്റെ കോമ്പൻസേഷൻ ആർക്ക് വാങ്ങാൻ പറ്റും, അഗ്രീവ്ഡ് പാർട്ടിക്ക് വാങ്ങാൻ പറ്റും. അതിനെയാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നോക്കാം, ദ ഫ്രേസ് ക്വാണ്ടം മെറിറ്റ് മീൻസ് ആസ് മച്ച് ആസ് ഏൺഡ് ഓർ ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. അതായത് എത്രയാണോ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. When a person has done some work under a contract and other party repudiates the contract or some event happens which make further performance of the contract impossible, then the party who has performed the work can claim remuneration for the work he has already done. This is called the doctrine of quantum merit. അതായത് ഒരാൾ പകുതി പെർഫോം ചെയ്ത ശേഷമാണ് മറ്റേ വ്യക്തി കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇയാൾ എത്ര വരെ കംപ്ലീറ്റ് ചെയ്തോ അത്ര വരെ, അതായത് കംപ്ലീറ്റ് ചെയ്തത് വരെയുള്ള എന്താണ് ഒരു കോമ്പൻസേഷൻ കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ട് കൂടി എന്താണ് ഗിൽറ്റി പാർട്ടിയിൽ നിന്ന് വാങ്ങാൻ അഗ്രീവ്ഡ് പാർട്ടിക്ക് പറ്റും. അതായത് ഒരാൾ എത്രയാണോ വർക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്തത് അതുവരെ, ഇപ്പം നമ്മൾ ഒരാൾ ഇപ്പോൾ എയും ബിയും ആണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തത്. പകുതി പെർഫോം ചെയ്തു എന്ന് വിചാരിക്കുക. പകുതി പെർഫോം ചെയ്ത ശേഷമാണ് ബി കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ബി ആണ് അവിടെ ഗിൽറ്റി പാർട്ടി, അഗ്രീവ്ഡ് പാർട്ടിയാണ്. അപ്പോൾ എക്ക് എന്ത് ചെയ്യാം, ഡാമേജസ് ക്ലെയിം ചെയ്യാം, സാധാരണ മോണിറ്ററി കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാം കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറിയതുകൊണ്ട്. അതല്ലാതെ എത്ര വരെ കംപ്ലീറ്റ് ചെയ്തോ അത്ര വരെയുള്ള ഒരു എമൗണ്ട് കൂടി ആരിൽ നിന്ന് വാങ്ങാം, ബിയിൽ നിന്ന് വാങ്ങാം. അപ്പോൾ അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. എത്രയാണോ നമ്മൾ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയത് അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൂടി എന്ത് ചെയ്യാം, ഒരു കോമ്പൻസേഷൻ ആയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റും. ഇനി ദ അഗ്രീവ്ഡ് പാർട്ടി ക്യാൻ ഫയൽ എ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന കേസിൽ എന്ത് ചെയ്യാം, അഗ്രീവ്ഡ് പാർട്ടിക്ക് കേസ് ഫയൽ ചെയ്യാം. ഒന്ന്, വെൻ ദ കംപ്ലീഷൻ ഓഫ് ദ കോൺട്രാക്ട് ഹാസ് ബീൻ പ്രിവെൻറ്റഡ് ബൈ ദ ആക്ട് ഓഫ് ദ അതർ പാർട്ടി ടു ദ കോൺട്രാക്ട്, ദ പേഴ്സൺ ഹൂ ഡിഡ് ദ വർക്ക് ക്യാൻ റിക്കവർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക് ഡൺ അണ്ടർ ദി കോൺട്രാക്ട്.
Second one, when an agreement becomes void, the person who has received any advantage under such agreement is bound to restore it. When a person enjoys the benefit of a non-gratuitous act, he is bound to make compensation to the other. അപ്പോൾ ഒന്നാമത്തെ കേസ് പറയുന്നത് ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് മറ്റേ പാർട്ടി എന്താണ് തടയുകയാണെങ്കിൽ എന്ത് ചെയ്യാം, എത്ര വരെ പ്രൊപ്പോർഷനായിട്ട് എന്താണ് എത്ര വരെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അത്ര വരെയുള്ള പൈസ ആർക്ക് വാങ്ങാം, അഗ്രീവ്ഡ് പാർട്ടിക്ക് വാങ്ങാം. അപ്പോൾ ആ ഒരു കേസിൽ ഇതിന് എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് കേസ് പറയുന്നത് കോൺട്രാക്റ്റ് ഇപ്പോൾ വോയിഡ് ആയിക്കഴിഞ്ഞാലും ചെയ്തത് വരെയുള്ള ജോലിക്ക് കോമ്പൻസേഷൻ വാങ്ങാം. അതേപോലെ കോൺട്രാക്റ്റ് വോയിഡ് ആയാലും ചിലപ്പോൾ ഈ അഗ്രീവ്ഡ് പാർട്ടി ഗിൽറ്റി പാർട്ടിക്ക് എന്തെങ്കിലും എമൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യാം, അഗ്രീവ്ഡ് പാർട്ടിക്ക് ഗിൽറ്റി പാർട്ടിയിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പറ്റും, റിസ്റ്റോർ ചെയ്യാൻ പറ്റും. then when a person enjoys the benefit of a non-gratuitous act, he is bound to make compensation to the other. അതായത് ഇവിടെയും അതേപോലെ തന്നെ ഗിൽറ്റി പാർട്ടിക്ക് അഗ്രീവ്ഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, അഗ്രീവ്ഡ് പാർട്ടിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്തോ അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു എമൗണ്ട് കൂടി ആർക്ക് കൊടുക്കണം, അഗ്രീവ്ഡ് പാർട്ടിക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് എന്താണ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത്. ഫസ്റ്റ് കേസ് പറഞ്ഞത് എന്താണ് റെസിഷൻ ഓഫ് ദി കോൺട്രാക്റ്റ് ആണ്, കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുന്നത്. സെക്കൻഡ് സ്യൂട്ട് ഫോർ ഡാമേജസ്, സ്യൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി കോമ്പൻസേഷൻ നമ്മൾ ക്ലെയിം ചെയ്യുന്നതാണ്. തേർഡ് വൺ സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു. സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും കോടതി വിലക്കുന്ന ഉത്തരവാണ് സ്യൂട്ട് ഫോർ ഇൻജങ്ഷൻ. സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കംപ്ലീറ്റ് ചെയ്തോ അത്ര കംപ്ലീറ്റ് ചെയ്തതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു എമൗണ്ട് അഗ്രീവ്ഡ് പാർട്ടിക്ക് കിട്ടുക എന്നുള്ളതാണ് സ്യൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റിൽ പറയുന്നത്. അപ്പോൾ താങ്ക് യു.